ചെറിയൊരു വീഡിയോ എടുക്കുമായിരുന്നു. അല്ല, പ്രാങ്ക് ചോദിച്ചിട്ട്. ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളെ ബിഗ് ബോസ് ഹൗസിൽ ഒരു താടി വളർത്തിയ ഒരു അണ്ണനുണ്ട് എന്നാണ് തോന്നുന്നത്. പേടിക്കണ്ട, എനിക്ക് വട്ടൊന്നുമില്ല. ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീക്കിലി ടാസ്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ഇവർ വിചാരിക്കുമോ എനിക്കെന്താ വട്ടാണോ എന്ന്. സത്യം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു സ്പെഷ്യൽ പ്രാങ്ക് ആണ്. പ്രാങ്ക് എന്ന് പറയുന്നതിനപ്പുറം ഇതൊരു റിയാക്ഷൻ ആയിരിക്കും. ബിഗ് ബോസിൻ്റെ ആയിരിക്കും ഗൈസ്, ബിഗ് ബോസിൻ്റെ ആയിരിക്കും. ബിഗ് ബോസിൻ്റെ നമ്മൾ ലിഫ്റ്റ് ചെല്ലും, അത് നിങ്ങൾ കാണണം. പക്ഷേ ഞങ്ങൾ ഈ വീഡിയോ പ്ലാൻ ചെയ്തേക്കുന്ന രണ്ടെണ്ണമായിട്ടാണ്. ഒന്ന് ബിഗ് ബോസ് പ്രാങ്കും, പിന്നൊന്ന് ബിഗ് ബോസിൻ്റെ പബ്ലിക്കായിട്ടുള്ള ഒരു റിയാക്ഷൻ. ബിഗ് ബോസിൽ ആരെയാണ് ഇഷ്ടം, അത് എന്ന് വരുമെന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് പ്രാങ്ക് നാളെ വരും. നാളെ April 1 നാളെ വരും. April Fool ആയിട്ട് നാളെ വരും. പക്ഷേ നമ്മൾ പബ്ലിക് റെസ്പോൺസ് പിന്നത്തേക്ക് മാറ്റി വെച്ചേക്കാണ്. ഒരു April 5 ഞാൻ ഇട്ടിരിക്കും. അതിന് മുമ്പായിട്ട് നമ്മൾ ഇട്ടിരിക്കും. എന്തായാലും ഗൈസ്, ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണം. നിങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബിഗ് ബോസ് ഹൗസിൽ പുതിയൊരാളും കൂടെ കയറിയിട്ടുണ്ട്. വെള്ള ഷർട്ടൊക്കെ ഇട്ട്. ബിഗ് ബോസ് ഹൗസിലെ ടാസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് തയ്യാറാണോ? ബിഗ് ബോസ് ഹൗസിൽ 2 പേരും കൂടെ കയറിയിട്ടുണ്ട്. 2 ചെറുപ്പക്കാരനായ 2 അണ്ണന്മാർ. ടാസ്ക് ചെയ്യാൻ റെഡിയാണോ? ഒരു ടാസ്ക് തരാം. മാളിൻ്റെ മണ്ടേന്നെടുത്ത് താഴോട്ട് ചാടുക. ആദ്യം ഡെഡ് ബോഡി വീട്ടിൽ അഡ്രസ്സ് തന്നാൽ ഡെഡ് ബോഡി വീട്ടിലെത്തിക്കുക. ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം. ഇവർ ചിന്തിക്കുകയാണ് എനിക്കെന്താ വട്ടാണോ എന്ന്. ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം. സമയം ഇപ്പോൾ 12:50. സമയത്ര 12 മണിയാകാൻ പോകുന്നു. ദിവസം 28. പുതിയ 3 പേരും കൂടെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ആരൊക്കെ എലിമിനേറ്റ് ആവുമെന്ന് അറിയത്തില്ല. ബിഗ് ബോസ് ഹൗസിൽ പുതിയ 3 പേരും കൂടെ കയറിയിട്ടുണ്ട്. ഇവരെല്ലാം വിചാരിക്കുവാണ് എനിക്കെന്താ വട്ടാണോ എന്ന്. 2 പേര് എലിമിനേറ്റ് ആയി പോകുകയാണ്. 2 അല്ല 3 പേര് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എലിമിനേറ്റ് ആയി. എലിമിനേറ്റ് ആയി പോയി. എന്നെ വീണ്ടും കളിയാക്കി. ഇനി ടാസ്ക് ചെയ്യാൻ റെഡിയാണോ? RP മാളിൻ്റെ മണ്ടയിൽ ഒരു ഫ്ലോർ ഉണ്ട്. അവിടുന്ന് താപ്പോട്ടി ചാടുന്നതാണ് നമ്മളെ വീക്കിലി ടാസ്ക്. എന്നെ പേടിച്ച് എല്ലാവരും വെളിയിലോട്ട് പോവുകയാണ്. ടാറ്റ. ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇവിടെ 3 പേരാണ് ബിഗ് ബോസ് ഹൗസിലുള്ളത്. ഹലോ. ബിഗ് ബോസ് ഹൗസിൽ 2 പേര് എലിമിനേറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് നിൽക്കുന്ന ഹെൽമെറ്റ് ഇട്ട ചേട്ടൻ വിചാരിക്കുക എനിക്കെന്താ വട്ടാണോ എന്ന്. അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇല്ല, ഭാഗ്യം, എനിക്ക് വട്ടൊന്നുമില്ല. ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഒരു ഫാമിലി കയറിയിട്ടുണ്ട്. ഈ ചേട്ടൻ വിചാരിക്കും എനിക്കെന്താ വട്ടാണോ എന്ന്. നിങ്ങൾ ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറില്ല. അതിൽ എന്നെ ബിഗ് ബോസ് എൻ്റെ ഒരു ഫാനെ കിട്ടിയിട്ടുണ്ട്. ഇനിയും പറയാനുണ്ടോ? ക്യാമറ ഇവിടെ ഉണ്ട്. ക്യാമറയിൽ നോക്കി ആരെ വേണമെങ്കിലും തെറി വിളിക്കാം. ടാസ്ക്, വീക്കിലി ടാസ്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? RP മാളിൻ്റെ 10ാം നിലയിൽ കയറുക. താഴെ നിന്ന് ചാടുക. ആദ്യം ആരെത്തുന്നോ അവർ ഈ മാസത്തെ ലീഡർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ. എന്നെ പേടിച്ച് പോവുകയാണോ? അവർ ചിരിക്കുകയാണ്. മിക്കവാറും ലിഫ്റ്റിൻ്റെ ഓണർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇപ്പോൾ ഞങ്ങളെ പിടിച്ച് വെളിയിലാക്കാൻ ചാൻസ് കൂടുതലാണ്. ഞങ്ങൾ അരമണിക്കൂറായിട്ട് ബിഗ് ബോസ് പറ്റിച്ച് കളിയിൽ 2 ചുള്ളൻ ചെറുപ്പക്കാർ അണ്ണന്മാർ കയറിയിട്ടുണ്ട്. ഒരാളുടെ കയ്യിൽ ഹെൽമെറ്റുമുണ്ട്, ഒരാളുടെ കയ്യിൽ ബാഗുമുണ്ട്. ഇന്നത്തെ വീക്കിലി ടാസ്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ചിരിക്കണ്ട, ഞാൻ കാര്യം പറഞ്ഞതാണ്. ഈ മാസത്തെ ലീഡറാവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ മാസം വീട്ടിലെ കാര്യങ്ങൾ അണ്ണൻ തഗ്ഗടിച്ചിട്ട് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി പോകും.
ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം. ഒരു തൊപ്പിയൊക്കെ വെച്ച് ഹെഡ്സെറ്റും ഒക്കെ വെച്ച് ഒരാൾ നിൽപ്പുണ്ട്. സമയം എത്ര? സമയം 12:12, ദിവസം 28. ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം. സമയം ഇപ്പോൾ 12:12 ആയിട്ടുണ്ട്, ദിവസം 28. ഇവരെല്ലാവരും എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവരെല്ലാവരും വിചാരിക്കുമോ എനിക്കെന്താ വട്ടാണോ എന്ന്. എനിക്ക് വട്ടൊന്നുമില്ല, ചെറിയൊരു പ്രാന്തേ ഉള്ളൂ. ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം. ചിലപ്പോൾ ഞാൻ കമ്പിപ്പാര വെച്ച് തലക്കടിക്കും ലിഫ്റ്റിലുള്ളവരെ. ക്യാമറയൊന്നും വർക്കിങ്ങിലല്ല. ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം. സമയം എത്രയാടാ? സമയം ഇപ്പോൾ 12:04 ആയിട്ടുണ്ട്, ദിവസം 29. എന്തോ ആയാലും എന്നെ തെറ്റിച്ചതിന് നീ എലിമിനേറ്റ് ആവും. നിനക്കുള്ള പണി ഞാൻ ബിഗ് ബോസിൽ നിന്ന് തരും. ബിഗ് ബോസ് നിങ്ങൾ കാണാറുണ്ടോ? ഇവർ എന്നെ പേടിച്ചു പോവുകയാണോ? ബിഗ് ബോസിൽ സെൽഫിയും ഫോണുകളൊന്നും ഉപയോഗിച്ചുകൂടാ. ഇത് ബിഗ് ലിഫ്റ്റാണ്. ബിഗ് ബോസ് കാണാതെ മണിക്കൂട്ടൻ്റെ ഫാൻ നീ എങ്ങനെ ആയടാ? പറയണം, നീ എങ്ങനെ മണിക്കൂട്ടൻ്റെ ഫാനാണ് എനിക്കറിയണം. ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം. സമയം ഇപ്പോൾ 12:15 ആയിട്ടുണ്ട്. നേരത്തെ വന്ന സമയമുള്ളവൻ എന്നെ തെറ്റിച്ച് പ്ലിങ്കുവാക്കി വിട്ടു. ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളെ ബിഗ് ബോസ് ഹൗസിൽ ഒരു താടി വളർത്തിയ ഒരു അണ്ണനുണ്ട്. കണ്ടിട്ട് സായിയുടെ ആരോ ആണെന്നാണ് തോന്നുന്നത്. പേടിക്കണ്ട, എനിക്ക് വട്ടൊന്നുമില്ല. ചുറ്റിയിൽ എനിക്ക് ചെറുതായിട്ട് മാനസിക രോഗമേ ഉള്ളൂ ബിഗ് ബോസ് കണ്ട്. ഈ അണ്ണൻ എന്നെ തగ్గടിച്ച് എന്നെ കളിയാക്കുകയാണ്. ഉടനെ എലിമിനേറ്റ് ആയിക്കോണം. ഹൗസിലേക്ക് സ്വാഗതം. ഇപ്പോൾ 2 പേരാണ് ബിഗ് ബോസ് ഹൗസിൽ കയറിയിരിക്കുന്നത്. ഇന്നത്തെ വീക്കിലി ടാസ്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? വിചാരിക്കുമോ എനിക്കെന്താ വട്ടാണോ എന്ന്? സത്യമായിട്ടും അങ്ങനെ വിചാരിച്ചോ? ചെറിയൊരു വീഡിയോ എടുക്കുമായിരുന്നു യൂട്യൂബ് ചാനലിൽ പ്രാങ്കായിട്ട്. അല്ല, പ്രാങ്ക് ചോദിച്ചിട്ട് എടുത്ത് റിയാക്ഷൻ കിട്ടത്തില്ല. ആണോ? ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാം ബിഗ് ബോസ് കാണുന്നവരാണോ? ഹോസ്റ്റലിലെ പിള്ളേരെന്താ ബിഗ് ബോസ് കാണത്തില്ലേ? നിങ്ങൾ TV പറഞ്ഞ് വെപ്പിക്കണം. നിങ്ങൾക്കെന്താ വായില്ലയോ? വായില്ല കുഞ്ഞിലപ്പനാണോ? ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. സിനിമാ നടി നന്ദയുടെ ഒരു കട്ടുണ്ട്. പൊങ്ങണ്ട, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ. ഇവനെ കണ്ടിട്ട് മണിക്കൂട്ടൻ്റെ ചെറിയൊരു കട്ട് ഇല്ല. ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ 2 ഫ്രീക്കന്മാർ കയറിയിട്ടുണ്ട്. 2 അല്ല 3 ഫ്രീക്കന്മാർ കയറിയിട്ടുണ്ട്. ഒരാളെ തലയിൽ മുടിയെന്ന് പറയുന്ന സാധനമേ ഇല്ല, ഫുൾ കഷണ്ടിയാണ്. ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം. നിങ്ങളെ പേര് എന്താണ്? അരവിന്ദ് എന്നാണ്. സമയം ഇപ്പോൾ 12 മണി ഏകദേശമായിട്ടുണ്ട്. 12 മണി കഴിഞ്ഞെന്നാണ് പറയുന്നത്. വീക്കിലി ടാസ്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? അതെന്താണ് റെഡി അല്ലാത്തത്? താല്പര്യമില്ലയോ? ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറില്ല. ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം. പേടിക്കണ്ട, എനിക്ക് വട്ടൊന്നുമല്ല ഇങ്ങനെ ലിഫ്റ്റിൽ കയറി സംസാരിക്കാൻ. അറിയാത്ത നമ്പർ ഞെക്കിയാൽ എലിമിനേറ്റ് ആകും. ഇന്നത്തെ വീക്കിലി ടാസ്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ഒന്നും മിണ്ടുന്നില്ല. വോട്ടില്ലെങ്കിൽ നിങ്ങൾ എലിമിനേറ്റ് ആകും. നിങ്ങൾക്ക് വോട്ട് ഉണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും വോട്ട് ചെയ്യുമോ? ബിഗ് ബോസ് കാണാറുണ്ടോ? എന്നെ അതൊന്ന് കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ബിഗ് ബോസ് വന്ന് നിൽക്കുമ്പോൾ തന്നെ ബിഗ് ബോസിനെ കാണാറില്ലെന്ന് പറയുന്നു. എനിക്ക് ബിഗ് ബോസ് കണ്ട് പ്രാന്തായതാണ്. ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം.
ഇപ്പോൾ ഒരു സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി ചേച്ചി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയതാണ്. ഇന്നത്തെ വീക്കിലി ടാസ്ക് ചെയ്യാൻ റെഡിയാണോ? സംസാരമൊന്നുമില്ല. ഈ ചേച്ചി വിചാരിക്കുക എനിക്കെന്താ വട്ടാണോ എന്ന്. ഗൈസ് ക്യാമറ പിടിച്ചത് ഇന്ന് വേറെ ആരുമല്ല ഗൈസ്, അല്ലമീനാണ്. മൊത്തം പിടിക്കുന്ന നമ്മൾ അല്ലമീനാണ് പിടിച്ചത്. ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ കാരണം ലിഫ്റ്റ് ഒക്കെ ഫുൾ ഇടുങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്കധികം വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഒത്തിരി ഭയങ്കര പാടാണ് ഇവിടുന്ന് ആ ലിഫ്റ്റിൻ്റെ അകത്ത് നിന്ന് ഒരാളെ മുഖമൊക്കെ ഫോക്കസ് ചെയ്തെടുക്കാൻ. പക്ഷെ നമ്മൾ ഡയലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളത് അടുത്ത ഏപ്രിൽ 5-ാം തീയതി കാണാൻ പോകുന്നത് പബ്ലിക് റെസ്പോൺസ് ആയിരിക്കും ഗൈസ്. പബ്ലിക് റെസ്പോൺസ് എന്ന് പറയുമ്പം നിങ്ങൾ കണ്ടു നോക്കണം. അത് പ്രത്യേകത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക് കാരണം നിങ്ങൾക്കറിയത്തില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക, പൊട്ടിക്കണം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ